ഹലോ ഗൈസ്, ഇപ്പോൾ എല്ലായിടത്തും മഴക്കാലമാണല്ലോ. അപ്പോൾ മഴക്കാല യാത്രയിലാണ് ഇനി ഏകദേശം ഒരു 2 മാസത്തോളം നമ്മളെ ചാനൽ മിക്കവാറും തന്നെ. അപ്പോൾ മഴക്കാല യാത്രകളിലൂടെയാണ് ഇപ്പോൾ ഉള്ളത്. മഴക്കാല യാത്രയുടെ ഭാഗമായി ഇപ്പോൾ വന്നത് കൊച്ചിയിലെ മട്ടാഞ്ചേരിയിലാണ് കേട്ടോ. അപ്പോൾ മട്ടാഞ്ചേരിയിലെ ചില കാഴ്ചകൾ, ഈ വന്ന സമയത്ത് മഴയൊന്നുമില്ല. അപ്പോൾ മട്ടാഞ്ചേരിയിലെ ജൂതത്തെരുവും ജൂത സിനഗോഗും അതുപോലെ തന്നെ മട്ടാഞ്ചേരിയിലെ ജൂതന്മാരുടെ സെമിത്തേരിയൊക്കെയാണ് കാണാൻ പോകുന്നത്. അപ്പോൾ ആ കാഴ്ചകളിലേക്കൊക്കെ നമുക്ക് പോകാം. ഒരു കാലത്ത് ഇന്നത്തെ ഇസ്രായേലികളായിട്ടുള്ള ജൂതന്മാർ തിങ്ങിപ്പാർത്ത ഒരു പ്രദേശമാണ് ഈ മട്ടാഞ്ചേരിയിലെ ഈ ജൂത തെരുവ് എന്ന് പറയുന്ന പ്രദേശം. ഇപ്പോൾ ജൂതന്മാരായിട്ട് ആരും തന്നെ ഇവിടെ താമസിക്കുന്നില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. അവർ ഇവിടെ അവശേഷിപ്പിച്ചിട്ട് പോയ ചരിത്രപരമായിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ പ്രധാനമായും കാണുന്നത്. അപ്പോൾ ആ കാഴ്ചകളിലേക്കൊക്കെ നമുക്ക് പോവാം. എൻ്റെ ചാനൽ ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. എൻ്റെ സാധാരണ ഒരാളും രണ്ടാളും ഒക്കെ ആയിട്ട് വരുന്ന ആളുകൾ തീർച്ചയായിട്ടും മട്ടാഞ്ചേരിയിൽ ബസ് മാർഗം എത്തുന്നതാണ് നല്ലത്. കല്ലൂർ ബസ് സ്റ്റാൻഡിൽ നിന്നും അല്ലെങ്കിൽ മേനക ജെട്ടിയിൽ പ്രദേശത്തു നിന്നും ഒക്കെ ഈ മട്ടാഞ്ചേരി ഭാഗത്തേക്ക് നിരവധി പ്രൈവറ്റ് ബസ്സുകൾ സർവീസ് നടത്തുന്നുണ്ട്. ഓരോ 15 മിനിറ്റും ഇടവിട്ട് മട്ടാഞ്ചേരി ബോർഡ് വെച്ച പച്ച കളറിലുള്ള ബസ്സുകൾ വരും. അതിൽ കയറി കഴിഞ്ഞാൽ കൃത്യമായി മട്ടാഞ്ചേരിയിൽ എത്തിച്ചേരാം. മട്ടാഞ്ചേരിക്ക് ഈ പറയുന്ന എറണാകുളത്തു നിന്ന് 23 രൂപയാണ് ചാർജ്. ഏകദേശം 13-14 കിലോമീറ്ററോളം. അങ്ങനെ ജൂത തെരുവിലേക്ക് നമുക്ക് യാത്ര ചെയ്യാം. ഇതാണ് ജൂത തെരുവ്. മട്ടാഞ്ചേരി കൊട്ടാരത്തിനും അതുപോലെ തന്നെ സിനഗോഗിനും ഇടയ്ക്കുള്ള ഒരു ചെറിയ തെരുവാണ് ജൂത തെരുവ്. അവിടെ പ്രധാനമായും ഇപ്പോഴത്തെ കാഴ്ച കരകൗശല വസ്തുക്കളുടെ വിൽപ്പനയും മറ്റു കാര്യങ്ങളും ഒക്കെയാണ്. അതിപുരാതനമായിട്ടുള്ള കരകൗശല വസ്തുക്കളുടെ കമനീയമായ ഒരു ശേഖരം നമുക്ക് ഈ ജൂതത്തെരുവിൽ കാണാൻ കഴിയും. മറ്റു സ്ഥലങ്ങളിലൊന്നും കാണാൻ കഴിയാത്ത രീതിയിലുള്ള മനോഹരമായിട്ടുള്ള പഴയ വസ്തുക്കൾ ഈ ജൂതത്തെരുവിൻ്റെ ഒരു പ്രത്യേകതയാണ്. ഇന്ത്യയുടെ ആത്മാവ് കരവിരുതുകളായി ഈ ജൂതത്തെരുവിൽ നിരത്തപ്പെട്ടിരിക്കുന്നു. ഇവിടെ ചെലവഴിക്കുന്ന ഓരോ നിമിഷവും ധന്യനിമിഷങ്ങളായിരിക്കും. ഒരു കാലഘട്ടത്തിൻ്റെ സംസ്കാരവും ചരിത്രവും ഇന്നും നിറഞ്ഞു നിൽക്കുന്ന ഒരു സ്ഥലമാണ് ഈ ജൂതത്തെരുവ്. കോമൺവെൽത്ത് രാജ്യങ്ങളിൽ വച്ച ഏറ്റവും പഴയ സിനഗോഗ്, അതായത് ജൂതപ്പള്ളി ഉള്ളൊരു സ്ഥലമാണ് മട്ടാഞ്ചേരിയിലെ ഈ ജൂതത്തെരുവ്. പൗരാണിക വസ്തുക്കളുടെ കടകളാണ് ഇരുവശവും. ഇത്തരം വസ്തുക്കൾ കാണാനും വാങ്ങാനും ധാരാളം സഞ്ചാരികൾ ഇവിടെ എത്തിച്ചേരുന്നുണ്ട്. കടകളിൽ സുന്ദരവും വിചിത്രവുമായിട്ടുള്ള വസ്തുക്കൾ നമുക്കിവിടെ കാണുവാൻ സാധിക്കും. നൂറുകണക്കിന് സഞ്ചാരികളാണ് ഇങ്ങോട്ട് എല്ലാ ദിവസവും എത്തിച്ചേരുന്നത്. അപ്പോൾ അതിനുശേഷം നമുക്ക് മട്ടാഞ്ചേരിയിലെ ബോട്ട് ജെട്ടിയിലേക്കൊന്ന് യാത്ര ചെയ്യാം. ബോട്ട് ജെട്ടിയിലേക്ക് പോകുന്ന ഇരുവശവും നിറഞ്ഞ കടകളാണ്. ഇവിടെ 6 വർഷത്തോളമായി ബോട്ട് സർവീസൊക്കെ നിർത്തിവെച്ചിരിക്കുകയാണെന്നാണ് ഇവിടെ വന്നപ്പോൾ അറിയാൻ കഴിഞ്ഞത്. ഇതാണ് മട്ടാഞ്ചേരിയിലെ ബോട്ട് ജെട്ടി. തികച്ചും വിജനമായി, ആളുകളൊന്നുമില്ലാതെ, ബോട്ടുകളൊന്നുമില്ലാണ്ട് ഇവിടെ കിടക്കുന്ന കാഴ്ചയാണ് നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. മട്ടാഞ്ചേരിയിലെത്തിയാൽ പ്രധാനപ്പെട്ട ഒരു കാഴ്ചയാണ് ഇവിടുത്തെ പോലീസ് മ്യൂസിയം. വളരെ പുരാതന കാലത്തുണ്ടായിരുന്ന
പോലീസ് സ്റ്റേഷനിലെ കാഴ്ചവസ്തുക്കളും അതുപോലെ തന്നെ പിടിച്ചെടുത്ത ആയുധങ്ങളുമൊക്കെ ഇവിടെ പ്രദർശിപ്പിച്ചിരിക്കുന്നത് കാണാം. പഴയകാലത്തുള്ള ആയുധങ്ങൾ, പഴയകാലത്ത് ഉണ്ടായിരുന്ന പോലീസുകാരുടെ ഫോട്ടോകൾ, ജൂത കാലഘട്ടത്തിലുണ്ടായിരുന്ന, ഡച്ച് കാലഘട്ടത്തിലുണ്ടായിരുന്ന ആളുകളുടെ ചിത്രങ്ങൾ ഒക്കെയാണ് ഇവിടെ പ്രദർശിപ്പിച്ചിരിക്കുന്നത്. ആ കാലത്ത് പിടിച്ചെടുത്ത ആയുധങ്ങളും ഒക്കെ ഇവിടെ പ്രദർശിപ്പിച്ചിരിക്കുന്നത് കാണാം. വളരെ മനോഹരമായിട്ടുള്ള ഒരു കാഴ്ചയാണ് നമ്മൾക്ക് നൽകുന്നത്. അതുപോലെ തന്നെ ഇവിടെ ഏറ്റവും വേഗത്തിൽ മരണപ്പെടുന്ന അതിനെ സൂചിപ്പിക്കുന്ന വെടിയേറ്റും അതുപോലെ തന്നെ കഴുത്തിന് മുറിവേറ്റുമൊക്കെയാണ് ഏറ്റവും വേഗത്തിൽ മരണപ്പെടുന്നത്. അതുപോലെ ജൂത കാലഘട്ടത്തിലുള്ള വനിതാ പോലീസുകാർ അവരുടെ യൂണിഫോം എങ്ങനെയൊക്കെ ആയിരിക്കും എന്നതിനെക്കുറിച്ചൊക്കെ നമുക്ക് ഇവിടെ വരുമ്പോൾ കാണുവാൻ സാധിക്കും. അങ്ങനെ ജൂത സെമിത്തേരിയുടെ ഗേറ്റിന് മുമ്പിൽ നമ്മൾ എത്തിച്ചേർന്നിരിക്കുകയാണ്. ഗേറ്റ് എല്ലാം ലോക്ക് ചെയ്തിരിക്കുന്നു. സന്ദർശകർക്ക് അനുമതിയില്ല എന്നാണ് ഇവിടെ എഴുതി വച്ചിരിക്കുന്നത്. അപ്പോൾ മതിലിന് പുറത്ത് നിന്ന് കുറച്ച് ദൃശ്യങ്ങൾ എടുക്കാം എന്നാണ് വിചാരിക്കുന്നത്. മതിലിന് പുറത്ത് നിന്ന് ക്യാമറ ഉപയോഗിച്ച് സെമിത്തേരിയിലെ കല്ലറകളുടെ ദൃശ്യങ്ങൾ ഞാൻ പകർത്തുകയാണ്. ഇത്രയൊക്കെ കാര്യങ്ങളെ അവിടെ നമുക്ക് പകർത്താൻ കഴിയുള്ളൂ. ഒരു കാലത്ത് ഈ സെമിത്തേരിയുടെ അകത്ത് ആളുകൾക്ക് പ്രവേശനം ഉണ്ടായിരുന്നു, എന്തുകൊണ്ടോ ഇപ്പോൾ ഇല്ല. അപ്പോൾ ഇതാ ഇവിടെ ബോർഡ് കാണാം, പ്രവേശനമില്ല എന്ന് പറഞ്ഞുകൊണ്ട്. അടുത്തതായി നമ്മൾ കാണാൻ പോകുന്നത് സിനഗോഗ് അഥവാ ജൂതപ്പള്ളിയും അതുപോലെ തന്നെ മട്ടാഞ്ചേരി കൊട്ടാരവുമാണ്. ഇതാണ് മട്ടാഞ്ചേരി കൊട്ടാരത്തിലേക്ക് കടക്കുന്ന പ്രവേശന കവാടം. അപ്പോൾ പ്രവേശന കവാടവും കടന്ന് മട്ടാഞ്ചേരി പാലസിലെത്തി. 1568 നിർമ്മിച്ചതാണ്, പോർച്ചുഗീസുകാർ നിർമ്മിച്ചതാണ് ഈ കൊട്ടാരം. അതിനുശേഷം ഇത് കൊച്ചി രാജാവിന് സമ്മാനിക്കുകയായിരുന്നു പോർച്ചുഗീസുകാർ. അതിനുശേഷം ഡച്ചുകാരുടെ കാലത്ത് ഇത് കുറേയൊക്കെ പുതുക്കി പണിതിട്ടുണ്ട്. കേരളീയ ശൈലിയിൽ പണിത ഒരു കൊട്ടാരമാണ് ഈ ഡച്ച് കൊട്ടാരം അല്ലെങ്കിൽ മട്ടാഞ്ചേരി പാലസ്. ഇതിപ്പോൾ സംരക്ഷിക്കുന്നത് കേരള പുരാവസ്തു വകുപ്പും ഇന്ത്യൻ പുരാവസ്തു വകുപ്പും ഒക്കെയാണ്. മട്ടാഞ്ചേരി പാലസിന് അടുത്ത് തന്നെയാണ് ഈ സിനഗോഗ് അഥവാ ജൂതപ്പള്ളിയുമുള്ളത്. അടുത്ത് തന്നെ ഒരു ക്ഷേത്രവും കാണാം. ഇതാണ് ജൂതപ്പള്ളി അഥവാ സിനഗോഗ്. ദൂരെ നിന്നുള്ളൊരു കാഴ്ചയാണ്. ഇന്നത്തെ ദിവസം അങ്ങോട്ട് പ്രവേശനമില്ല. എന്തോ പ്രധാനപ്പെട്ട ഏതോ ദിവസമായതുകൊണ്ട്, അവധി ദിവസമായതുകൊണ്ട്, ജൂതന്മാരെ സംബന്ധിച്ചിടത്തോളം ഉള്ള അവധി ദിവസമായതുകൊണ്ട് ഗേറ്റ് തന്നെ ലോക്ക് ചെയ്തിരിക്കുകയാണ്. അതുകൊണ്ട് എനിക്ക് അങ്ങോട്ട് പോകാൻ സാധിച്ചില്ല. അപ്പോൾ ദൂരെ നിന്ന് സിനഗോഗ് അഥവാ ജൂതപ്പള്ളി ഞാൻ പകർത്തുകയാണ്. മറ്റൊരു ദിവസം ഈ ജൂതപ്പള്ളിയുടെ ഉൾവശം കാണിക്കാം. അപ്പോൾ അവിടെ കണ്ട ചെറിയ കുസൃതി നിറഞ്ഞ ആൾക്കാരെ ഞാൻ പകർത്തുകയാണ്. അപ്പോൾ ഞാൻ തിരിച്ച് മടങ്ങുവാൻ വേണ്ടി ബസ്സിന്റെ അടുത്തെത്തി. ഇതാണ് ബസ് സ്റ്റാൻഡ്. അപ്പോൾ മട്ടാഞ്ചേരി ജൂത തെരുവിലെ കാഴ്ചകളൊക്കെ തൽക്കാലം അവസാനിക്കുകയാണ്. ഈ കണ്ട കാഴ്ചകളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക.